നമ്മുടെ ഈ ലോകത്ത് ഡെയിലി എന്തൊക്കെ തരത്തിലുള്ള സംഭവങ്ങളാണ് ഓരോരുത്തർ നേരിടുന്നത്. വരുന്ന വഴി പോലും കാണാത്ത പണി കിട്ടുന്നവർ, അറിഞ്ഞുകൊണ്ട് പണി വാങ്ങുന്നവർ, സീരിയസ് ആയിട്ട് എന്തൊക്കെയോ കാണിക്കാൻ നോക്കിയിട്ട് അസല് കോമഡി ആയി പോകുന്നവർ, എന്താണ് ചെയ്യുന്നതെന്നൊരു ബോധവുമില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി അത് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഇടി വെട്ടിവനെ പാമ്പടിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു സംഭവമാണ് ഇന്ന് ആദ്യം തന്നെ നമ്മളിവിടെ കാണുന്നത്. എന്ത് വിധി ഇത്? ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? അങ്ങോട്ട് മാറിക്കൊടുക്കും മക്കളെ, വേഗം പോയിട്ട് അടുത്ത വണ്ടിക്ക് എടുക്കാനുള്ളതാ. പാവം കുറെ നേരമായി മഴയത്ത് നടന്നു തരാൻ തുടങ്ങിയിട്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും വീടെത്തിയല്ലോ, അപ്പൊ ഇനി കുഴപ്പമുണ്ടായില്ല. തോണിയിലൊക്കെ സഞ്ചരിക്കുന്നത് വളരെ രസകരമായ ഒരു അനുഭവമാണല്ലേ. ഇവിടെ അങ്ങനെ ഒരു കുടുംബം മുഴുവൻ തോണിയിൽ സഞ്ചരിക്കുന്നത് ആസ്വദിക്കുന്നതിന്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആക്രാന്തത്തോടെ വന്ന് കയറാൻ നിന്റെ അമ്മ വീടാനായത്. ഓ, വല്ലാത്തൊരു കുക്കർ കേട്ടോ. ആ കുക്കറിന്റെ സൗണ്ട് കുറച്ചാ, ആ സൗണ്ട് കുറച്ചാ കുക്കറിന്റെ. കുക്കറിന് സൗണ്ട് കുറക്കാൻ പറ്റൂല. ബുദ്ധി കൂടുതലാണെന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞപ്പോഴേക്കും വെട്ടം വല നോക്കാതെ അവനത് ചെയ്യാൻ നോക്കിയല്ലോ. അതാലോചിച്ച് നിങ്ങൾക്ക് അഭിമാനിച്ചൂടെ? ഇതുകൊണ്ടാണ് പറയുന്നത് കുട്ടികളോടും പട്ടികളോടും കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് കാറ്റിനോടും കടലിനോടും കളിക്കരുതെന്ന്. അതെന്തുകൊണ്ടാണെന്നും നമുക്കവിടെ കാണാം. बिखरने का मुझको शौक है बड़ा. നല്ല മഴയൊക്കെയുള്ള സമയത്ത് പലരുടെയും വീട്ടിൽ വെള്ളം കയറുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പുതിയ ആധുനിക രീതികളൊക്കെ ഉപയോഗിച്ച് വെള്ളം നീക്കം ചെയ്ത് ക്ലീൻ ആക്കി തരുന്ന ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. പ്രതീക്ഷിക്കണ്ട, ഞാൻ താഴെ പാറക്കുളത്തിലോ ചാനാപ്പുഴയിലോ കാണും. ഇല്ല മോനെ, അത്ര കാഴൊന്നുമില്ല, പേടിക്കണ്ട. നന്നായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. അതൊന്നെങ്കിൽ ഇതുപോലെ നമ്മുടെ സ്വന്തം പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളികളുടെ പിഴവ് കൊണ്ടോ ആയിരിക്കാം. ചിലർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ജസ്റ്റ് ഒന്ന് കൈ വെച്ചാൽ മതി, അപ്പോഴേക്കും അവിടെ എന്തെങ്കിലും ഒരു ഇട കൂടെ ഉണ്ടായിക്കോളും. പണിയേ ഇതിങ്ങോട്ട് തല്ല അപ്പൊ ഊർന്നു വരും. പറഞ്ഞില്ലേ, സക്സസ്. ദേശങ്ങൾ ജന്മങ്ങൾ ദേശം മാറാൻ നിമിഷങ്ങൾ. എന്താ ഉണ്ടായേ? ഏതോ മുജ്ജന്മ പുണ്യത്തിന്റെ ബലം കൊണ്ട് മരിച്ചില്ല. പക്ഷെ ഇനി എന്തായാലും അവൻ ഈ അടുത്തൊന്നും ഇങ്ങനത്തെ സ്റ്റണ്ടുകൾ പരീക്ഷിക്കാൻ സാധ്യതയില്ല. ഓരോ അടിയും സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നത് വെറുതെ ആണോ? എന്തായാലും അവന് ഭാഗ്യമുള്ളതുകൊണ്ട് കുഴപ്പമില്ല.
നിനക്ക് അതിന് കാറോട്ടിക്ക് അറിയാമോ? മൈരേ ഞാനേ ഇല്ല ഡ്രൈവറാണ്. എന്നെ പോലത്തെ ഒരു ഡ്രൈവർ മണനാക്കി ഇല്ല. മണനാക്കില സുൽത്താനാണ് ഡ്രൈവറിൽ. ആ ഇവനെന്തോ അണ്ണാക്കിലെ ഡ്രൈവിംഗ് സുൽത്താനോ മറ്റോ ആണത്രേ. അപ്പോൾ അവൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹാൻഡ് ബ്രേക്ക് നീയാണ് എടുക്കാറില്ല. ഇതെന്തോ പിടിയടാ. നീ വണ്ടി എടു. ഇവിടെ ഇവർ അവൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അളന്നു നോക്കാൻ പോവാണ്. ആ ഒരു ആവറേജ് ശക്തിയൊക്കെ ഉണ്ട്. ഇവൻ കാര്യമായിട്ട് എന്തൊക്കെയോ മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഐസക് ന്യൂട്ടന്റെ പോലെയൊക്കെ ബുദ്ധി കിട്ടാനുള്ള എന്തോ മന്ത്രമാണ് ജപിച്ചതെന്ന് തോന്നുന്നു. പിന്നെ ആപ്പിളിന്റെ പകരം പാത്രമാണ് വീണത്. എന്തായാലും കാര്യം നടന്നാൽ മതിയല്ലോ. അടുത്ത ദൃശ്യങ്ങൾ ഇനി ജനങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോഴുള്ള സേഫ്റ്റിയെ പറ്റി കൂടുതൽ അവയർനെസ് കൊടുക്കാനായി പൊതുജന താല്പര്യാർത്ഥം സമർപ്പിക്കുന്ന ചില ദൃശ്യങ്ങളാണ്. ഇന്നിനെ എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ താഴെ പാറക്കുളത്തിലോ ചാനാക്കുഴിയിലോ കാണും. ശിവനേ! ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും എന്താണ് പറ്റിയത് എന്ന് അറിയണ്ടേ? കണ്ടോ? ആ ചേച്ചി വീണുപോയി, കുഴപ്പമില്ല, രക്ഷിക്കാൻ മറ്റേ ചേച്ചി വരുന്നുണ്ട്. ಸ್ವಲ್ಪ ಮ್ಯೂಸಿಕ್ ಕೇಳ್ಕ. പാട്ടിൻ്റെ തുടക്കം കുറച്ച് മോശമായിരുന്നെങ്കിലും അവസാനം ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല. പക്ഷെ ഇതൊന്നും കാര്യമാക്കേണ്ട ബ്രോസ്, നിങ്ങൾ ഇനിയും പാടണം. പക്ഷെ അതൊന്നും ബാക്കിയുള്ളവരെ കേൾപ്പിക്കരുത്. എന്തായാലും കിടിലം പാട്ടൊക്കെ കേട്ടതല്ലേ, അതിൻ്റെ കൂടെ ഒരു ഡാൻസ് കൂടി ആവാം. ആ ഇവർ പുതിയ ഏതോ ട്രെൻഡ് വീഡിയോ എടുക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. ഇങ്ങനൊരു ട്രെൻഡ് ഉണ്ടായിരുന്നോ? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ.
എന്നാലും ആ കുട്ടിയുടെ ഫുഡിനോടുള്ള ഒരു ആത്മാർത്ഥതയെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കയ്യിലുള്ള ആ പാക്കറ്റ് മാത്രം താഴെ ഇട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു? വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.